ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇടമില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിഷേധത്തിലാണ് ക്രിക്കറ്റ് സൈബർ ലോകം. സഞ്ജുവിനെ ടീമിലെടുക്കാത്തതിൽ ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്. അതേസമയം ഋഷഭ് പന്തും KL രാഹുലും ഉള്ളപ്പോൾ സഞ്ജുവിന് സ്ഥാനമില്ല എന്നാണ് മറുവാദം. വിജയ് ഹസാരെ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാത്തതാണോ സഞ്ജുവിന് സ്ഥാനം നേടാൻ സാധിക്കാത്തത്? ഈ ചോദ്യത്തിന് പിന്നാലെയാണ് ക്രിക്കറ്റ് സൈബർ ലോകം. നേരത്തെ തന്നെ KCA ഭാരവാഹികൾക്ക് നേരെ ശശി തരൂർ MP ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. KCA ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ തീർക്കുകയായിരുന്നുവെന്നായിരുന്നു MPയുടെ പ്രതികരണം. ക്രിക്കറ്റ് ലോകത്ത് ശക്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. സഞ്ജുവിന് സ്ഥാനം കിട്ടാത്തതിൽ ദുഃഖമുണ്ടെന്നും ടീമിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും മുൻ കേരള ടീം പരിശീലകൻ P ബാലചന്ദ്രൻ പ്രതികരിച്ചു. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു സാങ്കേതിക പേരിലാണ് സഞ്ജു സാംസൺ ഈ ODI ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതേ ഫോം നിലനിർത്തിയിരുന്ന സമയത്ത് സഞ്ജുവിന്റെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാവുന്ന രാഹുൽ ദ്രാവിഡ് ടീമിന്റെ ചാർജ് ആയിരുന്ന സമയത്ത് പോലും സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ഏകദിന മത്സരങ്ങളിൽ കൊടുത്തിട്ടില്ല. എന്നാൽ സഞ്ജു ഇടം നേടാത്തതിന്റെ കാരണം സഞ്ജു തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് ക്രിക്കറ്റ് നിരീക്ഷകൻ ഡോക്ടർ N അജിത് കുമാർ പ്രതികരിച്ചു. തീർച്ചയായിട്ടും മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് തന്നെയാണ്. കാരണം സഞ്ജു ടീമിൽ ഇല്ല എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം വിഷമമുണ്ടായി. പക്ഷെ പിന്നീടാണ് വിവരങ്ങളൊക്കെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയുമ്പോഴാണ് പല സാഹചര്യങ്ങളും സഞ്ജു തന്നെ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഋഷഭ് പന്ത്, KL രാഹുൽ എന്നീ താരങ്ങൾ ഉള്ളപ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം ബോർഡർ ലൈനിലാണെന്ന് മുൻ അമ്പയർ KN രാഘവൻ പ്രതികരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ തിളക്കമാർന്ന 2 സെഞ്ചുറികൾ നേടി ഫോമിൽ നിൽക്കുന്ന സഞ്ജു സാംസണിനെ പരിഗണിക്കാത്തതിന്റെ കാരണം വിജയ് ഹസാരെ ട്രോഫി മാത്രമാണോ, അതോ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ? സഞ്ജുവിന്റെ പ്രതികരണത്തിനായി കാത്തുനിൽക്കുകയാണ് ക്രിക്കറ്റ് ലോകം. സ്പോർട്സ് ഡെസ്ക്, News 18.